വയനാടൻ മലനിരകളിൽ മഞ്ഞു പുതച്ച പുലരികളിൽ കബനി നദിയുടെ കുളിർക്കാറ്റിട്ട് നിൽക്കുന്ന അഞ്ചുകുന്ന് എന്ന ഗ്രാമം. അവിടെ നൂറ്റാണ്ടുകളുടെ പഴക്കവും പ്രൗഢിയും പേറി നിൽക്കുന്ന രവിമംഗലം ശിവക്ഷേത്രം. വടക്കൻ മലബാറിന്റെ ചരിത്ര പരിണാമങ്ങളുടെ സാക്ഷിയും തനതായ നിർമ്മാണശൈലിയുടെ വിസ്മയവുമാണ് ഈ ക്ഷേത്രം. അഞ്ചുകുന്നിന്റെ ഹൃദയഭാഗത്ത് പച്ചപ്പിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന രവിമംഗലം ശിവക്ഷേത്രത്തിന്റെ കവാടം കടക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നത് അവാച്യമായ ഒരു ശാന്തതയാണ്. കരിങ്കല്ലിൽ കൊത്തിയെടുത്ത തൂണുകളും തച്ചുശാസ്ത്രത്തിന്റെ നിഗൂഢതകൾ ഒളിപ്പിച്ചുവെച്ച ശ്രീകോവിലും ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിയെയും ഭക്തനെയും ഒരേപോലെ ആകർഷിക്കുന്നു. കാറ്റിൽ അലിഞ്ഞു ചേരുന്ന മണിയൊച്ചയും സാമ്പ്രാണിയുടെ സുഗന്ധവും അന്തരീക്ഷത്തെ ഭക്തി നിർഭരമാക്കുന്നു. വയനാടിന്റെ തനതായ ഗോത്ര സംസ്കാരവും വൈദിക ആചാരങ്ങളും ഇവിടെ ഒരേ നൂലിൽ കോർത്ത മുത്തുകൾ പോലെ ഇഴചേർന്ന് കിടക്കുന്നു. 1000-ലധികം വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതുന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് വേട രാജാക്കന്മാരുടെ ഭരണകാലത്താണ്. വയനാടിന്റെ പ്രാചീന ഭരണാധികാരികളായിരുന്ന വേടവംശത്തിലെ രാജ്ഞിയാണ് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് പിന്നിലെ പ്രധാന വ്യക്തിത്വം. കഥകളനുസരിച്ച് ഏറെ ദരിദ്രമായ സാഹചര്യത്തിലും ഭക്തി നിർഭരമായൊരു ജീവിതം നയിച്ച വേടരാജ്ഞി തന്റെ കാതിലെ തോട വിറ്റാണ് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ധനം കണ്ടെത്തിയത്. ഈ ക്ഷേത്രത്തോടൊപ്പം തന്നെ എരനെല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രം, ഇരവിമംഗലം എരമനത്തൂർ ശിവക്ഷേത്രം എന്നിവയും ഇതേ കാലഘട്ടത്തിൽ രാജ്ഞി നിർമ്മിച്ചു. നിലവിലുണ്ടായിരുന്ന എന്നാൽ ജീർണാവസ്ഥയിലായിരുന്ന ഈ പുണ്യസ്ഥലങ്ങളെ വീണ്ടെടുത്ത് ആരാധനയ്ക്കായി തുറന്നുകൊടുത്തത് രാജ്ഞിയുടെ നിശ്ചയദാർഢ്യമായിരുന്നു. പിന്നീട് മലബാറിന്റെ രാഷ്ട്രീയ ഭൂപടം മാറിയപ്പോൾ ഈ ക്ഷേത്രം പ്രസിദ്ധമായ കോട്ടയം രാജവംശത്തിന്റെ അധീനതയിലായി. പഴശ്ശിരാജാവിന്റെ പോരാട്ടവീര്യം ഉറങ്ങുന്ന മണ്ണിൽ രാജാവ് ഈ ക്ഷേത്രത്തിന്റെ ഭരണച്ചുമതല പ്രാദേശിക പ്രമുഖരെ ഏൽപ്പിച്ചു. ഇന്ന് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം സംരക്ഷിക്കപ്പെടുന്നത്. കേരളീയ ക്ഷേത്ര നിർമ്മാണ കലയുടെ ലാളിത്യവും ദൃഢതയും ഒത്തുചേരുന്ന ഉത്തമമായ ഒരു മാതൃകയാണ് രവിമംഗലം ശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഓരോ നിർമ്മിതിയും വയനാടിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗമായ അധിഷ്ഠാനം പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തതാണ്. ഇതിൽ കൊത്തിവച്ചിട്ടുള്ള സൂക്ഷ്മമായ ശില്പവേലകൾ ദക്ഷിണേന്ത്യൻ ദ്രവീഡിയൻ ശൈലിയുടെ സ്വാധീനം വ്യക്തമാക്കുന്നു. പ്രധാന പ്രതിഷ്ഠ കുടികൊള്ളുന്ന ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കനത്ത മഴ പെയ്യുന്ന വയനാടൻ കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ പാകത്തിൽ വശങ്ങളിലേക്ക് ചരിഞ്ഞിറങ്ങുന്ന താഴ്ന്ന മേൽക്കൂരയാണ് ഇതിനുള്ളത്. ഇത് മഴവെള്ളം ഭിത്തികളിൽ സ്പർശിക്കാതെ വേഗത്തിൽ ഒഴിഞ്ഞുപോകാൻ സഹായിക്കുന്നു. ശ്രീകോവിലിനെ ചുറ്റിയുള്ള നാലമ്പലം ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയിലെ ഒരത്ഭുതമാണ്. നിർമ്മാണത്തിലെ സവിശേഷതകൾ കാരണം പുറം ലോകത്തെ ബഹളങ്ങൾ ഇവിടേക്ക് എത്തുന്നില്ലെന്ന് മാത്രമല്ല, ഭക്തർ ഉണ്ടാക്കുന്ന നേരിയ ശബ്ദങ്ങൾ പോലും പ്രതിധ്വനിക്കാത്ത വിധത്തിലുള്ള ക്രമീകരണമാണ് ഇവിടെയുള്ളത്. പ്രകൃതിദത്തമായ നിർമ്മാണ രീതി കഠിനമായ വേനലിലും നാലമ്പലത്തിനുള്ളിൽ കുളിർമയുള്ള അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കുന്നു. തടിയിൽ തീർത്ത മനോഹരങ്ങളായ ഉത്തരങ്ങളും ക്ഷേത്രത്തിന്റെ പൗരാണിക പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്നു. രവിമംഗലത്തെ പ്രധാന പ്രതിഷ്ഠ സാക്ഷാൽ പരമശിവനാണ്. മുനിമാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം. തപസ്വികളായ മുനിമാരുടെ സാന്നിധ്യമുള്ളതിനാൽ മൗനം ഇവിടെ പ്രധാനമാണ്. ശാന്തസ്വരൂപനായ ശിവനായാണ് ഭഗവാൻ ഇവിടെ വാഴുന്നത്. സ്വയംഭൂവായ ലിംഗമാണോ അതോ പ്രതിഷ്ഠിച്ചതാണോ എന്ന കാര്യത്തിൽ ഭിന്നരുചികൾ ഉണ്ടെങ്കിലും ഭഗവാന്റെ ചൈതന്യം അത്യഗാധമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. രവിമംഗലം ശിവക്ഷേത്രത്തിലെ ആരാധനാക്രമങ്ങളും ഉത്സവങ്ങളും ഭക്തർക്ക് അത്യഗാധമായ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ്. ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്ക് പുറമെ ഓരോ മാസവും ഓരോ വിശേഷ ദിവസങ്ങളും ഇവിടെ ഭക്തിസാന്ദ്രമായി ആചരിക്കപ്പെടുന്നു. മംഗല്യഭാഗ്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ഏറെ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ചകളിലെ ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മംഗല്യ തടസ്സങ്ങൾ നേരിടുന്നവരും സന്തുഷ്ടമായ കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരും തിങ്കളാഴ്ചകളിൽ ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നിന്നുപോലും സ്ത്രീകൾ ഈ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. വൈവാഹിക തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള പ്രത്യേക വഴിപാടുകളും പ്രാർത്ഥനകളും ഈ ദിവസത്തെ ഭക്തരുടെ പ്രധാന ലക്ഷ്യമാണ്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വർണ്ണാഭമായ ചടങ്ങ്. ഏപ്രിൽ 30 ആരംഭിച്ച് മെയ് 2 സമാപിക്കുന്ന ഈ ഉത്സവം അഞ്ചുകുന്ന് ഗ്രാമത്തിന്റെ തന്നെ വലിയൊരു സാംസ്കാരിക കൂട്ടായ്മയായാണ് കണക്കാക്കപ്പെടുന്നത്. അതിഗംഭീരമായ വാദ്യമേളങ്ങളും വയനാടിന്റെ തനതായ കലാരൂപങ്ങളും ഈ ഉത്സവ ദിനങ്ങളിൽ അരങ്ങേറുന്നു.
ഇത് കേവലം മതപരമായൊരു ചടങ്ങ് എന്നതിലുപരി ജാതിമത ഭേദമന്യേ നാട്ടുകാരെല്ലാം ഒത്തുചേരുന്ന ഒരു ഉത്സവമായി മാറുന്നു. വയനാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളൊന്നാണ് അഞ്ചുകുന്ന് ശ്രീ രവിമംഗലം ശിവക്ഷേത്രം. ഏകദേശം 3500-ൽ പരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. വട്ടശ്രീകോവിലുള്ള ക്ഷേത്രം വയനാട്ടിലെ അപൂർവമായ ശിവക്ഷേത്രങ്ങളൊന്നാണ് ഈ ശിവക്ഷേത്രം. ഇത് പണ്ട് രാജാവിൻ്റെ പത്നി വേടരാജ്ഞി തൻ്റെ തോട, അതായത് കാതിലെ തോട വിറ്റിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അത്ര കണ്ട് പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. വളരെ ഭൂസ്വത്തുള്ളൊരു ക്ഷേത്രമാണ്. 3500 ഏക്കർ ഭൂമി ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഇന്നിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഭൂമിയെല്ലാം അന്യാധീനപ്പെട്ടെങ്കിൽ പോലും വളരെ സഹവർത്തിത്വത്തിലാണ് ഇവിടുത്തെ ഭക്തജന ഇതിനോട് സഹകരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായി നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവങ്ങൾ ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കും. മറ്റ് ശിവരാത്രി ആഘോഷങ്ങളുണ്ട്. പിന്നെ എല്ലാ മാസങ്ങളിലും തിരുവാതിര ആഘോഷിക്കുന്നൊരു ക്ഷേത്രമാണ്. ധനുമാസത്തിൽ തിരുവാതിര അതിഗംഭീരമായി ക്ഷേത്രം ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമായ ക്ഷേത്രമാണ്. കൂടാതെ എല്ലാ വർഷവും തീർത്ഥാടനങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നടത്താറുണ്ട്. ദേശത്തിൻ്റെ ദേവനായി ഭഗവാനെ കാണുന്ന അഞ്ചുകുന്നിലെ ജനങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കാറുണ്ട്. ഈ ഉത്സവ ദിനങ്ങൾ ഗ്രാമത്തിൻ്റെ ആത്മീയതയും ഐക്യവും വിളിച്ചോതുന്നവയാണ്. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സവിശേഷത അവിടെയുള്ള ആയില്യംകാവ് എന്ന സർപ്പക്കാവാണ്. പ്രകൃതിയുമായി അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ഈ കാവിൽ എല്ലാ മാസവും ആയില്യം പൂജ ഭക്തിപൂർവ്വം നടത്തിവരുന്നു. സർപ്പദോഷ നിവാരണത്തിനായും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായും ഭക്തർ ഇവിടെ 100 പാലും സമർപ്പിക്കുന്നു. നമ്മുടെ ഈ രവിമംഗല ശിവക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഒരു സർപ്പക്കാവാണ് ഇവിടെ. എല്ലാ മാസവും 1-ാം തീയതി 100 പാലും കൊടുക്കുന്ന ഒരു വഴിപാട് ഇവിടെ ഉണ്ട്. വയനാട് ജില്ലയിൽ ഇത്രയും നല്ലൊരു ചിത്രകൂട കല്ല് വെച്ചിട്ടുള്ള ഒരു ആയില്യത്തിനുള്ള സർപ്പ പ്രതിഷ്ഠ വേറെ എവിടെ ഇല്ല എന്നാണ് തന്ത്രിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. നന്നാക്കി എടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ക്ഷേത്ര കമ്മിറ്റിക്കും മാതൃസമിതിക്കും നാട്ടുകാർക്കും ഉണ്ട്. കൂടാതെ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ വന്ന് ഇതിന് ചുറ്റും ജോലി ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഇവിടെ പാമ്പൊന്നുമില്ല, വെറുതെ പറയുന്നതാണ്, നിങ്ങൾ വെറുതെ പറയുന്നതാണെന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷേ അവരുടെ മുന്നിലേക്ക് പാമ്പ് വരികയും പേടിച്ചോടി ഇവിടെ കൈക്കോട്ടൊക്കെ വലിച്ചെറിഞ്ഞ് അവർ പോവുക ചെയ്തത്. അവർക്ക് ഇവിടെ പണി ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ആ സ്ത്രീകൾ പനിച്ചിട്ട് ഒരാഴ്ചയോളം കടന്നു. പിന്നെ അവർ ഈ സ്ഥലത്ത് തൊഴിൽ ചെയ്യാൻ വന്നിട്ടില്ല ഇതുവരെ. അത്രയും നല്ല ശക്തിയുള്ള ശിവഭഗവാന്റെ എല്ലാ നാഗങ്ങളും ഇവിടെയാണ് കുടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഏറ്റവും പ്രധാനമുള്ള നമ്മളെ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമുള്ള ഒരു നാഗപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഉപദേവതകളായി ഗണപതിയും ശാസ്താവും ഇവിടെ കുടികൊള്ളുന്നുണ്ടെങ്കിലും സർപ്പക്കാവിലെ ആരാധനയ്ക്ക് പ്രത്യേകമായൊരു പ്രാധാന്യം ഭക്തർ നൽകുന്നുണ്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ മുനിമാർ പ്രതിഷ്ഠ നടത്തിയ ഇടമെന്ന വിശേഷണം പോലെ തന്നെ ഈ പൂജകളും ആചാരങ്ങളും ഭക്തരിലേക്ക് സമാധാനവും സംതൃപ്തിയും പകർന്നു നൽകുന്നു. രവിമംഗലം ശിവക്ഷേത്രം അഞ്ചുകുന്നിന്റെ സാമ്പത്തിക മേഖലയിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കടകൾ, പൂജാ സാമഗ്രികൾ വിൽക്കുന്നവർ, ഉത്സവകാലത്തെ കച്ചവടക്കാർ എന്നിവർക്കെല്ലാം ഇത് ഉപജീവന മാർഗമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിൽ സഹകരിക്കുന്നത് ഇവിടുത്തെ സാമൂഹിക ഐക്യത്തിന്റെ ഉദാഹരണമാണ്. പണ്ടുകാലത്ത് വലിയ ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം പ്രദേശത്തെ കൃഷിയെയും സ്വാധീനിച്ചിരുന്നു. രവിമംഗലം ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ശബ്ദ ക്രമീകരണമാണ്. നാലമ്പലത്തിനുള്ളിലെ അപാരമായ നിശബ്ദത ഭക്തർക്ക് ധ്യാനനിരതരാകാൻ അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു. മുനിമാർ തപസ്സു ചെയ്ത ഇടമായതിനാലാണ് ഈ പ്രത്യേകതയെന്ന് വിശ്വാസികൾ കരുതുന്നു. കൂടാതെ ക്ഷേത്രത്തിലെ കിണറിലെ ജലത്തിന് ഔഷധ ഗുണമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. നിലവിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ക്ഷേത്രം മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നു. എങ്കിലും പഴമ നിലനിർത്തിക്കൊണ്ടുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ആവശ്യമാണ്. വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കടുത്തായതിനാൽ ആത്മീയ ടൂറിസത്തിന്റെ ഭാഗമായി രവിമംഗലം ക്ഷേത്രത്തെ വികസിപ്പിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. രവിമംഗലം ശിവക്ഷേത്രം ഒരു നാടിന്റെ വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും, പ്രത്യേകിച്ച് വേടരാജ്ഞി നടത്തിയ ത്യാഗത്തിന്റെ പ്രതീകമാണ്. തലമുറകളായി അഞ്ചുകുന്നിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈ ചൈതന്യം വരും കാലങ്ങളിലും ഭക്തർക്ക് ശാന്തിയും സമാധാനവും നൽകിക്കൊണ്ട് നിലനിൽക്കുമെന്നതിൽ തർക്കമില്ല. നിങ്ങൾ വയനാട്ടിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ചരിത്രവും ഭക്തിയും ഇഴചേരുന്ന ഈ പുണ്യഭൂമിയിൽ ഒരു നിമിഷം ചെലവഴിക്കുന്നത് മനസ്സിന് പുതിയൊരു ഉണർവ് നൽകും.